എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്കിൽ ഏതൊക്കെ, പ്രധാനപ്പെട്ട ന്യൂസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഡിസ്ക്ലെയിമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ നിഫ്റ്റി ഇന്ന് 200 പോയിന്റ്സ് ഹൈയിൽ ക്ലോസ് ആയിരിക്കുകയാണ്. US മാർക്കറ്റ് ഇന്ന് ഹോളിഡേ, പ്രസിഡൻസ് ഡേ ആയതുകൊണ്ട് നിഫ്റ്റി അബൌട്ട് 25,650 ക്ലോസ് ആയി. സെൻസസും 650 പോയിന്റ്സ് ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ US മാർക്കറ്റ് ഇതുപോലെ 1 വീക്ക് ലീവ് ആയിരുന്നെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ പോയിരിക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും വരില്ല. പക്ഷെ അതേസമയം ചൈന മാർക്കറ്റ് 16-ാം തീയതി മുതൽ 23-ാം തീയതി വരെ ഹോളിഡേ ആണ്. അവിടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് ചൈനയുടെ മാർക്കറ്റിൽ. അപ്പോൾ അവർ ന്യൂ ഇയർ സെലിബ്രേഷൻ 1 വീക്കാണ് ചെയ്യുന്നത്, അല്ലാതെ ഇന്ത്യൻസിനെ പോലെ 1 ഡേ അല്ല. അതുപോലെ തായ്വാൻ മാർക്കറ്റിൽ 16th to 20th വരെ ഹോളിഡേ ആണ്. അതുപോലെ സൗത്ത് കൊറിയ മാർക്കറ്റിൽ 3 days ഫ്രം ടുഡേ ഹോളിഡേ ആകുന്നു. അതുപോലെ ഹോങ്കോങ് മാർക്കറ്റിലും 1 വീക്ക് ഹോളിഡേ ആണ്. ഇന്ത്യയുടെ ഫോറക്സ് മാർക്കറ്റ് മാത്രം 19-ാം തീയതി ലീവ് അറിയിച്ചിരിക്കുകയാണ്. സോ മോസ്റ്റ് ഓഫ് ദി മാർക്കറ്റും ലീവിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് നല്ലൊരു ബൗൺസ് ബാക്ക് വന്നിരിക്കുന്നു. ഇന്ത്യൻ മാർക്കറ്റ്, ജാപ്പനീസ് മാർക്കറ്റ്, US, യൂറോപ്പ് മാർക്കറ്റ് മാത്രമാണ് ഹോളിഡേ അല്ലാത്തത്. അങ്ങനെ ഒരു 1 വീക്ക് ഹോളിഡേയിൽ വരാത്തത്. ദെൻ ലാസ്റ്റ് ഫ്രൈഡേയിൽ US മാർക്കറ്റിൽ വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ല. ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സും ഒരുവിധം ഡൗണിലാണ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് രീതിയിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് ജാപ്പനീസ് നിക്കി നിയർലി 0.25% ഡൗണിൽ ക്ലോസ് ആയി. അതുപോലെ ഗിഫ്റ്റ് നിഫ്റ്റി നമ്മുടെ 30 പോയിന്റ്സ് പോസിറ്റീവിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് ഫ്ലാറ്റ് ആയിട്ട്, അതായത് 25,550 ഓപ്പൺ ചെയ്തിട്ട് 25,682 ആ റേഞ്ചിൽ സെറ്റിലായി. 211 പോയിന്റ്സ് ഹൈയിൽ 0.83% ഹൈയിൽ ക്ലോസ് ആയിരിക്കുന്നു. മിഡ് ആൻഡ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് 0.5% ഹൈയിൽ ക്ലോസ് ആയിരിക്കുകയാണ്. സെൻസസ് 0.79% ഹൈയിൽ 650 പോയിന്റ്സ് ഗെയിൻ ചെയ്തിരിക്കുന്നു. പവർ, റിയാലിറ്റി, പ്രൈവറ്റ് സെക്ടർ, ഇൻഫ്ര, ക്യാപിറ്റൽ ഗുഡ്സ്, എനർജി സെക്ടർ എല്ലാം തന്നെ 1 to 2% ഹൈയിൽ ക്ലോസ് ആയിരിക്കുകയാണ്. അതിൽ അണ്ടർ പെർഫോം ചെയ്തിരിക്കുന്ന ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ മീഡിയ ആൻഡ് ഓട്ടോ ഇൻഡെക്സ് 0.5 to 0.1% ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സിൽ വന്നിരിക്കുന്നത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ, അതുപോലെ കോൾ ഇന്ത്യ, HDFC ബാങ്ക്, അദാനി എന്റർപ്രൈസസ്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ടോപ്പ് ലൂസേഴ്സിൽ വന്നിരിക്കുന്നത് ടെക് മഹീന്ദ്ര, പിന്നെ ബജാജ് ഫിനാൻസ്, മാരുതി സുസുക്കി, ഏഷ്യർ മോട്ടോഴ്സ്, M&M തുടങ്ങിയ സ്റ്റോക്കുകൾ ടോപ്പ് ലൂസേഴ്സിലും വന്നിരിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട ന്യൂസ് പറയുകയാണെങ്കിൽ FIDs സെല് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിൽസ് ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തോളുക. ഓക്കെ, FIs എത്ര സെല് ചെയ്തു നോക്കാം. 972 crores സെല് ചെയ്തിരിക്കുന്നു. DA 1667 crores ബൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ന്യൂസിൽ അതൊരു ന്യൂസ്. പിന്നെ അല്ലാതെ BSE 7% ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ വീഡിയോസിൽ പറഞ്ഞിരുന്നു. RBIയുടെ മാർജിൻ എക്സ്പോഷർ ന്യൂസാണ് മിക്ക ബ്രോക്കിംഗ് ഫേമിനും ഡൗൺ വരാനുള്ള കാരണം. പിന്നെ ഇന്ത്യയുടെ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നത് വളരെ റെഡ്യൂസ് ആക്കിയിരിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ കൊമേഴ്സ് സെക്രട്ടറി രാജേഷ് അഗർവാൾ ട്രേഡ് ഡീൽ വിത്ത് US വേഗം സൈൻ ചെയ്യും എന്നുള്ളൊരു ന്യൂസ്. ദെൻ ആന്ത്രോപിക് AI CEO ദരിയോ മോദായി ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ പുതിയ ഓഫീസ് തുടങ്ങും എന്നുള്ള ഒരു ന്യൂസും പുറത്തുവിട്ടിരിക്കുകയാണ് അദ്ദേഹം. അതായത് 25,000 എംപ്ലോയീസ് സ്റ്റോപ്പ് ചെയ്താൽ ഇനിയും അതിൻ്റെ 3 ഇരട്ടി എംപ്ലോയീസ് ഞങ്ങൾ ആഡ് ചെയ്യും. കമ്മിങ് ഒക്ടോബർ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ ഒരു ഓഫീസ് തുടങ്ങും. എല്ലാ ലാംഗ്വേജസും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു കമൻട്രി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ ബാഡ് ന്യൂസാണ് IT സ്റ്റോക്കുകൾ, നമ്മുടെ ഇന്ത്യൻ IT സ്റ്റോക്കുകൾക്ക്. പിന്നെ ബാക്കിയുള്ളത് പിന്നെ ഓവറോളായിട്ട് നോക്കിയാൽ എല്ലാ മാർക്കറ്റിൽ നിന്നൊരു അവധി ആയതുകൊണ്ട് നല്ലൊരു
ബൗൺസ് ബാക്ക് വന്നിട്ടുണ്ട്. US ഫീച്ചേഴ്സ് നിയർലി 200 പോയിന്റ്സ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ 25,500 ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് 25 താഴേക്ക് പോവുകയാണെങ്കിൽ 25,300, 25,200. അതല്ല 25,800 ബ്രേക്ക് ചെയ്താൽ അതാണ് റെസിസ്റ്റൻസ് ലെവൽ. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ 26,000 ആ ഒരു റേഞ്ചിലേക്ക് വരികയുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു ന്യൂസുകൾ. പിന്നെ ഏതൊക്കെ സ്റ്റോക്കുകൾ മേടിക്കാമെന്നുള്ളത്, ടോപ്പ് ബ്രോക്കറേജസ് ഏതൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിൽ 3 സ്റ്റോക്കുകളാണ് സ്വിംഗ് ട്രേഡിങ്ങിന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് കോൾ ഇന്ത്യ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 422 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 440 ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് 385 വയ്ക്കാനും റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത് IFCI. IFCI 62 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 72 ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 57. ഓക്കെ, 63 ബ്രേക്ക് അല്ലെങ്കിൽ 64 ബ്രേക്ക് ചെയ്താൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി IFCIക്ക് ഉള്ളൂ. ദെൻ തേർഡ് സ്റ്റോക്ക് വരുന്നത് ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്. 189 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. സോ 220 ആണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ 194 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സ്റ്റോപ്പ് ലോസ് വരുന്നത് 170 വയ്ക്കാനാണ് സ്റ്റോപ്പ് ലോസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതല്ലാതെ ഡെയിലി ഉള്ള കോൾസുകൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം മറക്കാതെ നിങ്ങൾ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്ന കോൾസ് വരും. അതുപോലെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ, പിന്നെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് പറഞ്ഞിട്ട് 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി.